പെരുമഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ പച്ചച്ചക്ക ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു വൈകിട്ടത്തേക്ക് നമുക്ക് ചക്ക പുഴുങ്ങിയതും ചമ്മന്തിയും ആക്കാമെന്ന്. ഷോർട്സിൽ ഞാൻ ചക്ക പുഴുങ്ങിയതും ചമ്മന്തിയും കഴിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ അറിയുന്ന 1-2 പേര് തന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരുതി ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. അതാകുമ്പോൾ ചക്കക്കാലം കഴിയുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാവാലോ. പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള പച്ചച്ചക്ക അമ്മ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ചക്കക്കുരും ചവണിയൊക്കെ മാറ്റിയ ശേഷം ഇത് നമുക്ക് കഴിക്കാൻ പാകത്തിനൊന്ന് കീറി എടുത്തിട്ടുണ്ട്. ചക്കച്ചുളകൾ പറിച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിലൊന്നുമല്ല വേവിക്കുന്നത്, സാധാരണ ഒരു പാത്രത്തിലാണ്. അടിയിൽ പിടിച്ചു പോവാതിരിക്കാനാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. കുക്കറിലാണെങ്കിൽ ഇതിൻ്റെ പകുതി വെള്ളമൊക്കെ മതിയാവുള്ളൂ. ചക്കയുടെ അനുസരിച്ചിട്ടാണ് വെള്ളം വെക്കേണ്ടത്. ചക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയും കൂടി കൂട്ടി കഴിക്കുന്നതായതുകൊണ്ട് ഒരുപാട് ഉപ്പ് കൂടുതൽ വേണമെന്നില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന ചക്കയാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഓഫാക്കി വെച്ച് എയർ പോയ ശേഷം തുറന്നാലും ഇതുപോലെ തന്നെ റെഡിയായിട്ട് കിട്ടും. ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ ചക്കയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഒന്നും പോവാതിരിക്കാനായിട്ട് അടച്ച് വെക്കാം. ഇനി ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറിയുള്ളി, വാളംപുളി, കാന്താരി മുളക്, കറിവേപ്പില ഇത്രയാണ് വേണ്ടത്. കാന്താരി മുളകിന് പകരമായിട്ട് ചമ്മന്തിയിൽ ഉണക്കമുളകോ പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ്. ചമ്മന്തി അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 8 മുതൽ 10 എണ്ണം വരെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എത്ര പുളിയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വാളംപുളി ചേർക്കാം. 6 കുരുവോളം വരുന്ന പുളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാന്താരി മുളക് ഞാൻ 10 എണ്ണം വരെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു അല്ലി കറിവേപ്പിലയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഇലകൾ മാത്രമേ ഇടുന്നുള്ളൂ. പാകത്തിന് ഉപ്പ് ചേർത്ത ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിയുപ്പാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഇതെല്ലാം കൂടി ഒരുപാട് പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താലായിരിക്കും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ എടുക്കുന്ന കല്ലുണ്ടല്ലോ, അതിലിട്ട് കുത്തി ചതച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അമ്മിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന പോലെയുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തന്നെ കിട്ടും. പക്ഷേ എളുപ്പത്തിനാണ് ഞാനിപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. ഞാൻ ഈ ചമ്മന്തി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടി ചക്കയിലേക്കൊക്കെ കൂട്ടാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. എത്ര ലൂസാക്കണം എന്ന് വെച്ചാൽ ആ വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതിയാവും. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കേണ്ട ഒരു കോമ്പിനേഷനാണിത്. എന്തായാലും ഇഷ്ടമാവും. പേഴ്സണലി എനിക്കിത് നല്ല ഇഷ്ടമാണ്, ഈ ഒരു ചമ്മന്തിയും ചക്കയും കൂടി കഴിക്കാനായിട്ട്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ സൂപ്പറാണ്. മഴ ആസ്വദിച്ചുകൊണ്ട് ഇതിങ്ങനെ കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.